الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط، ولا يجرمنكم شنآن قوم على ألا تعدلوا، اعدلوا هو أقرب للتقوى، واتقوا الله إن الله خبير بما تعملون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിതം മുഴുവനും റഹ്മാനായ റബ്ബിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും സ്വാലിഹികളോടും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് കാലങ്ങളായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും വർഗീയതയുടെ മതമാണ്, വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും മതമാണ്, അനീതിയുടെയും അധർമ്മത്തിൻ്റെയും മതമാണ്, മറ്റുള്ളവരെ കൊല്ലുവാനും
കൊലവിളിക്കുവാനും താല്പര്യപ്പെടുന്ന മതമാണ്. അതിന് ആ മതവിശ്വാസികൾക്ക് പ്രചോദനമാകുന്നത് അവരുടെ വേദഗ്രന്ഥവും അവരുടെ പ്രവാചകനുമാണ്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാലങ്ങളായിട്ട് മുസ്ലിം സമുദായം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ഏതാനും പതിറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഒത്തൊരുമയോടെയും സാഹോദര്യത്തോടെയും ഐക്യത്തോടെയും കൂടെയാണ് കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ജാതികൾ, ഉപജാതികൾ, സംഘടനകൾ, ആദർശങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ ഉണ്ട്. എങ്കിലും വളരെ തനിമയോടെ, ഐക്യത്തോടെ, സാഹോദര്യത്തോടു കൂടെ ജീവിച്ചിരുന്നവരായിരുന്നു കേരളീയരായ നാം. പക്ഷേ കുറഞ്ഞ കാലമായി നമ്മുടെ നാടിലേക്കും ഇത്തരത്തിലുള്ള പ്രചണ്ഡവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അപരമത വിദ്വേഷ പകർത്തിക്കൊണ്ട് മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. ആടുകളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ചില ചെന്നായികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ രൂപത്തിൽ പരസ്പരം മതവിശ്വാസികളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും കൂടെ നിലനിൽക്കാൻ പരിശ്രമിച്ചാലും നിങ്ങളൊന്നും ഐക്യപ്പെടേണ്ടവരല്ല, നിങ്ങളൊക്കെ പരസ്പരം ശത്രുക്കളാണ് എന്ന് പുറത്തു നിന്നൊരു ശക്തി നമ്മുടെ കേരള ജനതയുടെ തലച്ചോറിലേക്ക് അത്തരത്തിലുള്ള പ്രചണ്ഡവാദങ്ങൾ പ്രവേശിപ്പിച്ചുകൊണ്ട് അവരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന, പരസ്പരം ഒരു ഭയം ഓരോരുത്തരുടെയും തലച്ചോറിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും കുറഞ്ഞ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഗൗരവമേറിയ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെ. സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും മാനവികതയുടെയും ഒക്കെ ഏറ്റവും ഉദാത്തമായ അധ്യാപനങ്ങളാണ്, മാതൃകകളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ, ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഐക്യത്തിനെതിരെ നിൽക്കുന്ന, സാഹോദര്യത്തിനെതിരെ നിൽക്കുന്ന, മാനവികതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു അരവരി പോലും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഇതൊക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ, ബഹുമുഖ സമൂഹത്തിൽ എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണമെന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം നമുക്ക് ഓരോരുത്തർക്കും പരിചിതമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലാഹു വിളിക്കുന്നത് മനുഷ്യരെ എന്നാണ്. മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പെണ്ണിൽ നിന്നും ഒരു ആണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, വ്യത്യസ്ത ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി നിങ്ങളെ നാം മാറ്റിയിട്ടുള്ളത് ലിതആറഫു, തമ്മിൽ തല്ലുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുവാനും അല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾക്കൊരു മഅരിഫത്ത് ഉണ്ടാവാൻ, നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാവാൻ, നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആരും വലിയവരല്ല, കാരണം നിങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. പിന്നെ ആരാണ് വ്യത്യസ്തർ? ആർക്കാണ് വലുപ്പം കൂടുതൽ? ആരാണ് മോശക്കാർ? ആരാണ് ഉന്നതർ? ഇല്ല എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അങ്ങനെ തീരെ ഔന്നിത്യമില്ല എന്നല്ല, ചില ആളുകൾക്കുണ്ട്. ആരാണവർ? ഇന്ന അക്രമക്കും, നിങ്ങളിൽ ആദരണീയരായ സ്ഥാനമാനങ്ങളിൽ ലഭിക്കുന്നവർ, മഹിതമായ സ്ഥാനമാനങ്ങളിൽ ലഭിക്കുന്നവർ, മഹത്വമുള്ളവർ അത്ഖാക്കും, തഖ്വയുള്ളവരാണ്. ദൈവത്തിന്റെ, റഹ്മാനായ റബ്ബിന്റെ, സൃഷ്ടാവിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവരാരോ അവരാണ് ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ആദരണീയരാകർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അവർക്കാണ് മഹിതമായ സ്ഥാനമുള്ളത്, അവർക്കാണ് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിൽ, നിങ്ങൾ വ്യത്യസ്തരല്ല, തമ്മിൽ തല്ലേണ്ടവരല്ല, ഐക്യത്തിനെതിരെ നിൽക്കേണ്ടവരല്ല, വിദ്വേഷം പ്രചരിപ്പിക്കേണ്ടവരല്ല. ഇതൊരു മുസ്ലിമിന്റെ നിലപാടാണ്.
ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമി വലാ ലിഅജമിയ്യിൻ അലാ അറബി. ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ, വലാ ലിഅബ്യദ അലാ അസ്വദ വലാ അസ്വദ ലിഅബ്യദ. ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ. ഈ സംസ്കാരത്തിലൊക്കെ ഉന്നതമായ വൈജ്ഞാനിക തലത്തിലൊക്കെ ഉന്നതമായ തലങ്ങളിലേക്ക് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്നും ജാതീയതയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ അപരവൽക്കരിക്കപ്പെടുന്ന ആളുകൾ ഇന്നും നിലവിലുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. അവിടെയാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ ഈ മാനവികതയുടെ ആദർശം മനുഷ്യരാശിയോട് പറയുന്നത്. അറബിക്ക് അനറബികയേക്കാൾ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു തരത്തിലുള്ള മേൽക്കോയ്മയുമില്ല. എല്ലാവരെ കുറിച്ചിട്ടും റസൂലുള്ള പറയും, ഇല്ലാ ബിത്തഖ്വ. ആരാണ് റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവന്, അവൻ കറുത്തവനാവട്ടെ, അവൻ പാവപ്പെട്ടവനാവട്ടെ, അവൻ താഴ്ന്ന ജാതിക്കാരനാവട്ടെ, അവനാണ് റബ്ബിന്റെ സമീപത്ത് ഉന്നതനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഐക്യത്തിന്റെ, ഇതാണ് സാഹോദര്യത്തിന്റെ, ഇതാണ് ഔന്നിത്യത്തിന്റെ, ഇതാണ് മാനവികതയുടെ ദർശനമെന്ന് ഇസ്ലാം പഠിപ്പിക്കും. ഇതിനപ്പുറത്തൊന്നുമില്ല. ആ ഹദീസ് റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നത് അന്നാസു മിൻ ആദം വആദമു മിൻ തുറാബ്. മനുഷ്യരെ, നിങ്ങളിൽ ആരാണ് ഉന്നത? അന്നാസു മിൻ ആദം, മനുഷ്യരായി പിറന്നവരെല്ലാം മിൻ ആദം, ആദിമ മനുഷ്യനായ ആദമിന്റെ സന്തതിയാണ്. ആദമോ മിൻ തുറാബ്, മണ്ണിൽ നിന്നുള്ളവരാണ്. ആർക്കാണ് വലിയ സ്ഥാനം? ആരാണ് വലിയ തറവാട്ടുകാർ? ആരാണ് വലിയവർ? ആർക്കാണ് വലിയ സ്ഥാനമുള്ളവർ? എല്ലാവരും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മക്കളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും ഔന്നിത്യമായ ആദർശം. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം. എന്നാൽ വർഗീയത, വിദ്വേഷം, അക്രമം, അനീതി, ഇതൊക്കെയാണല്ലോ ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നത്. ഇതെല്ലാം ഇസ്ലാമിന്റെ ഈ സുന്ദരമായ ആദർശത്തിന് ഈ ഒരു 1-2 വചനങ്ങളല്ല, ഇതുപോലെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇത്തരം വചനങ്ങൾക്കെല്ലാം കടക്കൽ കത്തിവെക്കുന്ന ആദർശമാണ് വർഗീയത, വിദ്വേഷം, അനീതി. ഇതെല്ലാം ഇസ്ലാമിന് അന്യമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൽ അസബിയ്യ, എന്താണ് വർഗീയത? ഇന്ന് വർഗീയതയെ ചിത്രീകരിക്കുന്നത് വേറെയാണ്. ഇന്ന് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ, ഹിജാബ് ധരിക്കുന്ന ഒരു സഹോദരിയുണ്ട് എങ്കിൽ, പള്ളിയിൽ പോകുന്ന ഒരാളുണ്ട് എങ്കിൽ, മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ വർഗീയവാദിയാണ്. അയാളെ നമ്മൾ ഭയപ്പെടണം, അയാളെ നമ്മൾ സൂക്ഷിക്കണം. ഈ ഒരു ബോധമാണ് ആളുകളുടെ മുമ്പിലേക്ക്, ആളുകളുടെ മനസ്സിലേക്ക്, പൊതുബോധത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നു, മൽ അസബിയ്യ, എന്താണ് വർഗീയത? എന്താണ് കക്ഷിത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അൻ തുഈന ഖൗമക അല ദുൽം, അക്രമത്തിൽ, തിന്മയിൽ നിന്റെ സമൂഹത്തെ നീ സഹായിക്കലാണ്. എങ്ങനെ? നിന്റെ സമൂഹത്തിൽ തിന്മയുണ്ട്, തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്, എന്നിട്ടും നിന്റെ കൂട്ടത്തിലുള്ള ആളെ നീ സഹായിക്കുന്നുണ്ടെങ്കിൽ, അവനോടൊപ്പം നീ നിൽക്കുന്നുണ്ടെങ്കിൽ, അതാണ് അക്രമം, അതാണ് അനീതി, അതാണ് വർഗീയത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് വർഗീയത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അമിനൽ അസബിയ്യത്തി അൻ യുഹബ്ബ റജുലു ഖൗമു, റസൂലേ, തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ, തന്റെ സമുദായത്തിലുള്ള ഒരാളെ സ്നേഹിക്കുന്നത് വർഗീയതയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തില്ല, അല്ല, അത് വർഗീയതയല്ല. വലാകിൻ മിനൽ അസബിയ്യ, അസബിയ്യ, വർഗീയത, കക്ഷിത്വം എന്ന് പറഞ്ഞാൽ അൻയൻസുറ റജുലു, ഒരു മനുഷ്യൻ സഹായിക്കലാണ്, ഖൗമഹു, അയാളുടെ കൂട്ടക്കാരെ, സമുദായത്തെ, അലദ്ദുൽ, അക്രമത്തിൽ, അനീതി കാണിക്കുമ്പോ, തെറ്റ് ചെയ്യുമ്പോ, അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോ, തിന്മകൾ ചെയ്യുമ്പോ, തന്റെ കൂട്ടത്തിലുള്ള ആളാ, അവനെ ഞാൻ സഹായിക്കണം, കാരണം അയാൾ എന്റെ കൂടെയുള്ള ആളാണ്, ഞാൻ അയാളുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഈ രൂപത്തിലുള്ള സഹായങ്ങൾക്കാണ് ഏറ്റവും വലിയ അനീതി, അക്രമം, വർഗീയത എന്ന് പറയുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു മാഇദയിലെ 8-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്
വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെയാണ് അള്ളാഹു വിളിക്കുന്നത്. സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവണം. ശുഹദാഅ ബിൽ ഖിസ്ത്, അതേ രൂപത്തിൽ തന്നെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവണം നിങ്ങൾ. നീതി നിലനിർത്താൻ, നീതി എവിടെയുണ്ടോ അവിടെയാണ് വിശ്വാസി. അക്രമം, വർഗീയത, വിദ്വേഷം, അപരമത വിദ്വേഷം, മറ്റുള്ളവരെ ആക്രമിക്കുക, ഇതെല്ലാം അനീതിയാണ്. ഈ ആദർശത്തിന്, അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിനെതിരാണ്. ഇങ്ങനെ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവില്ല, ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇനി അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിലോ സംശയലേശമന്യേ നമുക്ക് പറയാം അത് ഇസ്ലാമിൽപ്പെട്ടതല്ല, അയാൾക്ക് മുസ്ലിമിന്റെ ആദർശമല്ല, അയാൾ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. കാരണം അള്ളാഹുവിന്റെ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും പ്രചരണങ്ങളും അയാളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ തീർത്തും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഒരു സംശയവുമില്ല. അത്തരം പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതെടുത്തു പിടിച്ചിട്ടാണ് ചിലരെന്ത് ചെയ്യുക, പൊക്കിക്കാണിക്കുക. കണ്ടോ, ഇയാളുടെ പേര് മുസ്ലിമാണ്, റേഷൻ കാർഡിൽ ഇയാൾ മുസ്ലിമാണ്, വോട്ടർ ഐ ഡിയിൽ ഇയാൾ മുസ്ലിമാണ്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇയാൾ മുസ്ലിമാണ്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആദർശം ഉൾക്കൊള്ളുന്നവരുണ്ടെങ്കിൽ അവർ മാത്രമാണ് മുസ്ലിം. നോക്കൂ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ യദ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. സഹോദരങ്ങളെ, ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാവരുത്, നിങ്ങൾക്ക് പ്രേരകമാകരുത്. നമുക്കൊരു ടീമിനോട് വെറുപ്പുണ്ട്, അവര് നമ്മളോട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒരു കിട്ടിയ ചാൻസിൽ അവരെ ആക്രമിക്കാന്, തെറ്റായിക്കോട്ടെ, നമുക്കറിയത് തെറ്റാന്ന്, അറിയാം ഇത് അനീതിയാണെന്ന്, എങ്കിലും വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള ഈർഷ്യത, വെറുപ്പ് നിങ്ങൾക്ക് പ്രേരകമാകരുത്, അലാ അല്ലാ തഅദിലു, അനീതി പ്രവർത്തിക്കാൻ, അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്കത് പ്രേരകമാകരുത്. വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ നീതി നിയലിച്ചു നിൽക്കണം. അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തിട്ടുള്ളത്, അതാണ് ഒരു മുത്തഖിയുടെ സ്വഭാവം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അതിസൂക്ഷ്മമായി കൊണ്ട് നോക്കിക്കാണുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട വചനമാണത്. ഓരോ വിഷയത്തിലും ഇത് എത്രത്തോളം നോക്കൂ. സൂറത്തു നിസായിലെ 135-ാമത്തെ ആയത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായ എന്നാൽ ഇതേ ആശയം ലഭിക്കുന്ന ഒരായത്ത് അല്ലാഹു വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാവണം, നിങ്ങൾ നീതി നിലനിർത്തുന്നവരാവണം, നീതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, നീതിയുടെ ഭാഗത്താണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾ ആ ഭാഗത്ത് നിൽക്കുമ്പോ, ആ നിലപാടെടുക്കുമ്പോ, ആ സമീപനമാകുമ്പോ, വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരെയായിരിക്കും. ഒരു പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ, നീതിയോടൊപ്പം നിന്നാൽ അതൊരു പക്ഷെ എനിക്കെതിരായിരിക്കും. എങ്കിലും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ ആദിലിന്റെ കൂടെ, നീതിയുടെ കൂടെ നിങ്ങൾ ഉണ്ടാവാവോ, അബിൽ വാലിദൈൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയായിരിക്കും. അത് നിങ്ങളുടെ പിതാക്കന്മാർക്ക്, സ്വന്തം ബാപ്പാക്ക് എതിരെയാണെങ്കിലും നീതിയുടെ, നിന്റെ വാപ്പല്ലേ, എന്റെ മോനല്ലേ, വൽ അഖ്റബീൻ, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്കെതിരായിരിക്കും. നോക്കൂ, അല്ലാഹുവിന്റെ ആദർശം എത്ര സുന്ദരമാണ്. അക്രമത്തിനോ വിദ്വേഷത്തിനോ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കോ അനീതിക്കോ വർഗീയതക്കോ ഇസ്ലാം കൂട്ടുനിൽക്കുന്നില്ല. സ്വന്തം ബാപ്പാക്കെതിരായാലും സ്വന്തം ബന്ധുക്കൾക്കെതിരായാലും സ്വന്തത്തിനെതിരായി കഴിഞ്ഞാൽ പോലും നിങ്ങൾ നീതിയുടെ ഭാഗത്തുണ്ടാവണം, വിശ്വാസികളാണെങ്കിൽ എന്ന് സൂറത്തു നിസായിലെ 135-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇയകുനു ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. നോക്കൂ, പാവപ്പെട്ടവനുണ്ടാകും, പണക്കാരനുണ്ടാകും, ഉന്നത കുലത്തിൽപ്പെട്ടവനുണ്ടാകും, തറവാടി ഉണ്ടാകും, താഴ്ന്നവരിൽപ്പെട്ടവരുണ്ടാകും. ഇതൊന്നും നിങ്ങളുടെ വിഷയമാകരുത്. നീതി നിലനിർത്തുന്നിടത്ത് ഫല്ലാഹു ഔലാ ബിഹിമാ, അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവാണ് അവരെങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് അവരുടെ വിഷയത്തിൽ നടപടികൾ എടുക്കുന്നത്, അള്ളാഹുവാണ് അവരോട് ഏറ്റവും ഔലാ ബിഹിമാ, അള്ളാഹുവാണ് അവരോട് ഏറ്റവും അടുത്തത്. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നീതി പാലിക്കുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കരുത്. നമുക്ക് തോന്നും, എന്റെ വാപ്പല്ലേ, എന്റെ കുടുംബക്കാരനല്ലേ, അല്ലെങ്കിൽ അയാളല്ലേ പൈസ ഉള്ള ആള്,
ഇയാൾ പാവപ്പെട്ടവനല്ലേ? ഇല്ല. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നിങ്ങളുടെ താല്പര്യങ്ങൾ പ്രചോദനമാവരുത്, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനം നൽകരുത്. അൻ തഅദിലു, നീതി നിലനിർത്തുന്നിടത്ത്. വ ഇൻ തൽബു ഔ തുഇരിദു, നിങ്ങൾ വളച്ചൊടിച്ചാൽ, നിങ്ങൾ കൃത്രിമം കാണിച്ചാൽ, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് നോക്കുന്നുണ്ട്, അല്ലാഹ് വീക്ഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന അതീവ ഗൗരവമുള്ള താക്കീത് നൽകുന്നത് വിശ്വാസിയോടാണ്. ഈ വിശ്വാസിയെ വർഗീയവാദിയാക്കാൻ, ഈ ഖുർആനിന്റെ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ, ഈ പ്രവാചകന്റെ അനുയായിയായ ഒരു മുത്തഖിയായ ഒരു മുഅ്മിനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ? ഇല്ല, അത് മുസ്ലിമിന് സാധിക്കുകയില്ല. ഒന്നാമത്തെ മുസ്ലിം മുതൽ അവസാനത്തെ മുസ്ലിം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ നമുക്കറിയില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ മുത്തഖിയായിക്കൊണ്ട് ജീവിച്ചപ്പോ അവിടെ ഒരു പ്രശ്നം നടന്നത് നമുക്കറിയാം. കാബീലും ഹാബീലും തമ്മിൽ അവിടെ ഒരു മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ ആ മകൻ പറയുന്ന ഒരു വർത്തമാനം, നീ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ, നീ എന്നെ ആക്രമിക്കാൻ വേണ്ടി നീ കൈ ഉയർത്തിയാൽ, എന്റെ കരങ്ങൾ നിനക്ക് നേരെ എന്റെ കരങ്ങൾ ഉയരില്ല. നിന്നെ കൊല്ലാൻ ഞാൻ പരിശ്രമിക്കില്ല, നിന്നെ ആക്രമിക്കാൻ ഞാൻ പരിശ്രമിക്കുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇതാണ് ഒന്നാമത്തെ മുസ്ലിമിന്റെ നിലപാട്. ആദം നബിയുടെ മക്കളുടെ നിലപാട് പോലും ഇതാണ്. അവസാനത്തെ ഈ നിമിഷം വരെയുള്ള ഓരോ മുസ്ലിമിന്റെ നിലപാട് ഇത് തന്നെയാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. റബ്ബിന്റെ നിയമാവലികൾ ലംഘിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, ആ റബ്ബിന്റെ നിയമങ്ങൾ, ആ റബ്ബിനെ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ മുസ്ലിമിന്റെ നിലപാട്. ഇതാണ് ഈ നിമിഷം വരെയുള്ള ഓരോ മുസ്ലിമിന്റെയും നിലപാട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇന്ന് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പള്ളിയിൽ പോകുന്ന ആളാണ് വർഗീയത. ഇന്ന് വർഗീയവാദി ആരാണ്? ഇന്നൊരു ഹിജാബ് ധരിക്കുന്നവളാണ് വർഗീയവാദി. ഈ രൂപത്തിൽ വർഗീയതയെ ഒരു വ്യക്തി മതത്തിന്റെ ഭാഗമായ അവന്റെ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്നത്, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത്, അത് പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതൊക്കെ തെറ്റാണ് എന്നും അതൊക്കെ മോശത്തരമാണ് എന്നും അതൊന്നും ശരിയല്ല എന്ന ഉപദേശങ്ങളാണ് വലിയ വലിയ സാംസ്കാരിക സമ്പന്നന്മാർ, നായകന്മാർ എന്ന് പറയുന്നവരുടെ ഉപദേശം പോലും. അതെന്തിനാണ് നിങ്ങൾ അവിടേക്ക്? അതൊക്കെ പൊതു ഇടങ്ങളല്ലേ? പൊതു ഇടങ്ങളിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ മതങ്ങൾ അത് നിങ്ങളുടെ പൂജാമുറികളിൽ, നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ വീടകങ്ങളിൽ, നിങ്ങളുടെ പള്ളികളിൽ അവിടെ മതി. ഇത് പൊതു ഇടങ്ങളിലേക്ക് ആവശ്യമില്ല. അതൊക്കെ മോശത്തരമായി കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ അത് കൊണ്ടുവരുന്നവരുണ്ടോ? അയാളെ തുറിച്ചു നോക്കുന്നു, അയാളെ ഭയപ്പെടാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു. അയാളെ കുറിച്ചുള്ള ഒരു ഭയം പൊതുസമൂഹത്തിന്റെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ തിരിച്ചറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ വർഗീയവാദവും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഇസ്ലാമിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ. ഒരു മുസ്ലിമിന്റെ ചിഹ്നങ്ങൾ മാത്രമാണ് ഭയപ്പാടുകൾ സൃഷ്ടിക്കുന്നത്, അല്ലെ? ഒരു പ്രിൻസിപ്പൽ പറഞ്ഞത് അങ്ങനെയാണ്. തട്ടമിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് തട്ടം കാണുമ്പോ മറ്റു കുട്ടികൾക്ക് ഭയം തോന്നുന്നു എന്നാണ്. തമാശ തോന്നുന്നത് അത് പറയുന്ന അധ്യാപിക അതിലും വലിയ തട്ടം ധരിച്ചിട്ടാണ് അത് പറയുന്നത്. മാത്രമല്ല, ഇതേ തട്ടം ധരിച്ചുകൊണ്ട് കാലം അത്രയും പൊതുസമൂഹത്തിനിടയിൽ പൊതുവിദ്യാലയത്തിൽ ആ അധ്യാപിക പഠിച്ചിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോ അന്നൊന്നുമില്ലാത്തൊരു ഭയം ഇന്ന് സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അവർക്കൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇത്തരം വാർത്തകൾ കേട്ട്, ഇത്തരം പ്രചരണങ്ങൾ കേട്ട് പലപ്പോഴും നമ്മൾ പോലും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ പോലും ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ വാശി പിടിക്കേണ്ടതുണ്ടോ? നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് ഉണ്ടാക്കേണ്ട വിഷയങ്ങളാണ്. നമുക്കൊന്ന് ഒതുങ്ങി നിന്നുകൂടെ എന്ന് ചില ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്കും ചില വിട്ടുവീഴ്ചകൾ ആയിക്കൂടെ എന്നാണ്. എന്തിനാണ് ഈ വിട്ടുവീഴ്ച? ഇത് വർഗീയവാദമാണോ? നാം ഹിജാബ് ധരിക്കുന്നത് കൊണ്ട്,
നാം നമസ്കരിക്കുന്നത് കൊണ്ട്, നാം ഒരു മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ട്, ഈ സുന്ദരമായ മാനവികതയുടെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ ഉന്നതവും ഉദാത്തവും അതുല്യവുമായ ഈ മാർഗദർശനങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്നത് കൊണ്ട് ആർക്കാണ് പ്രയാസം? ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ് വർഗീയവൽക്കരിക്കുന്നത്? ആർക്കെങ്കിലും ഇല്ല. ഒരാളെയും ദ്രോഹിക്കാത്ത സുന്ദരമായ ഈ ആദർശം ഉൾക്കൊള്ളുന്നത് ഒരു മുസ്ലിമിന് ഇതിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടതില്ല. അത്തരമൊരു ചിന്താഗതി നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. അതും ഒരു പൊതുബോധത്തിന്റെ ഭാഗമായി നമ്മുടെ തലച്ചോറിലേക്ക് കൂടെ പ്രവേശിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അഭിമാനത്തോടുകൂടെ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളിൽ അഹ്സൻ, ഏറ്റവും നല്ല മനുഷ്യർ, അത്യുത്തമന്മാർ ആരാണ്? മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ നന്മകൾ പ്രവർത്തിക്കുന്ന, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ആര് എന്തൊക്കെ പറഞ്ഞാലും എന്റെ റബ്ബ് അനീതി ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർഗീയതയ്ക്ക് ക്ഷണിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവനും വർഗീയതയെപ്പറ്റി മരണപ്പെടുന്നവനും ലൈസ മിന്നാ, മുസ്ലിം അല്ല എന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, മാനവികതയുടെ ദർശനം ഉൾക്കൊള്ളുന്ന ഇന്നനി മിനൽ മുസ്ലിമീൻ, അങ്ങനത്തെ ഒരു മുസ്ലിമാണ് ഞാൻ എന്ന് ചങ്കൂറ്റത്തോടെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പറയാനുള്ള ആർജവമുള്ളവനാവണം മുസ്ലിം. അവനേക്കാൾ ഉത്തമൻ വേറെ ആരുണ്ട് എന്ന് ചോദ്യമാണ്. അതിന് നമ്മൾ ഒരു യഥാർത്ഥ മുസ്ലിം ആവണം, ഒരു യഥാർത്ഥ ശരിയായ മുസ്ലിം ആവണം, അള്ളാഹ് പഠിപ്പിച്ച മുസ്ലിം ആവണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിം ആവണം. ആ മുസ്ലിമായി കൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ. സൂറത്തു ബഖറയിൽ പരീക്ഷണത്തിന്റെ ഒരു വചനം പറഞ്ഞെടുത്ത് അല്ലാഹു സൂചിപ്പിക്കുന്നത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്പം ഭയം നൽകിക്കൊണ്ടൊക്കെ നമ്മളെ പരീക്ഷിക്കുമെന്ന്. അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വരുമ്പോൾ, ചില വാർത്തകൾ വരുമ്പോൾ, ചില ഭയപ്പാടുകളൊക്കെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടേണ്ടവരല്ല നമ്മൾ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരം വാർത്തകൾ അത് NRCയുടെ രൂപത്തിലായാലും പൗരത്വ ഭേദഗതിയുടെ രൂപത്തിലായാലും ഇനി മറ്റെന്തെങ്കിലും രൂപത്തിലായാലും ഒക്കെ വരുമ്പോ, ഇപ്പൊ പുതിയ SIRന്റെ രൂപത്തിലായാലും ഒക്കെ വരുമ്പോ നമ്മൾ ചില നിലപാടുകൾ എടുക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്, അവിടെ അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് തവക്കുലാക്കുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ശരിയായ തവക്കുലാക്കണം. നാം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമാവണം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കൊണ്ട് ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ SIR പുതിയ വോട്ടർ പട്ടിക ലിസ്റ്റിന്റെ അതിന്റെ ഭേദഗതി നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞ വിഷയമാണ്. അതിൽ ഭേദഗതി വരുത്തുമ്പോൾ 50 ലക്ഷത്തോളം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ ബോധവാന്മാരാവേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം 4-ാം തീയതി ചൊവ്വാഴ്ചയോടുകൂടെ ആരംഭിക്കുന്നു എന്നാണ്. നമ്മുടെ ബൂത്തുമായിലെ ഓഫീസേഴ്സുമായി ബന്ധപ്പെടുമ്പോൾ, നമ്മളുമായി അവർ ബന്ധപ്പെടുമ്പോൾ അവർ താല്പര്യപ്പെടുന്ന, അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ കൊടുക്കുകയും നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വോട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വിശ്വാസികളെ നമുക്കുണ്ടായിക്കൂടാ. നമ്മളുടെ എല്ലാവരുടെയും പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്ന് നമ്മൾ നമുക്ക് ബോധ്യപ്പെടണം. അത് ഉറപ്പുവരുത്തണം. അതിന് വേണ്ട രേഖകൾ അത് കൊടുക്കാൻ, യഥാസമയങ്ങളിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നീട് പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അതും നമ്മുടെ ശ്രദ്ധ ആ വിഷയത്തിലും ഉണ്ടാവണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.